കവറിലിടും ഫോൺ വെച്ചേക്കണേ ഇതല്ലേ എൻ്റെ കവർ അതിനകത്തുണ്ട് പൊളിക്കണം. ഇത് നമ്മുടെ വള്ളോടത് അച്ഛനാ വണ്ടിയാണത്. ഞാറക്കൽ മന്ത്രക്കനാല്. ഇത് അധികം വർഷമുണ്ട് ഇതിനെ ചിറകൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ട്. ഒരുപാട് കാലമുണ്ട് അതിന്റെ ചിറ കെട്ടിയിട്ട്. ഇത് ഇവിടെ പണ്ട് ഈ ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അന്ന് പിന്നെ എറണാകുളത്തു നിന്നും പിന്നെ കോട്ടപ്പുറത്തു നിന്നൊക്കെ വലിയ വള്ളത്തിന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു വീതിക്ക് അത്രയും വീതിക്ക് വണ്ടിയൊക്കെ വന്ന് വണ്ടി ഇത്ര ഭാരവണ്ടിയായി വന്ന് ചരക്ക് കയറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. ചരക്ക് ഗതാഗതം അതാ അവിടെ ആയിരുന്നു. അത് ഈ വളവരാച്ച വഞ്ചികളായിരിക്കും അല്ലേ? വലിയ വള്ളമില്ലേ ഈ മൂടിക്കെട്ട്. അതെ. ഒന്ന് കാണൂട്ടാ, ഒരു കാര്യം ഒരാള് പറഞ്ഞിട്ടുണ്ടായി. അത് ലംബാടനല്ലേ? ലംബാടൻ. ഇത് ലേലം ചെയ്ത് കൊടുക്കണതാണിത്. ഇത് പഞ്ചായത്തിന്റെ ഭൂമിയാണല്ലേ? ഇത് വർഷം ലേലം ചെയ്യോ? വർഷം ലേലം ചെയ്യോ? ഓരോ വർഷവും. അതല്ലേ? ഇതിപ്പോ 5 ലക്ഷം രൂപക്കാരെ മേടിച്ചാണ്. ഈ പാലം ഇത് ഞാറക്കൽ പാലമാണോ? ഇതാണ് ഞാറക്കൽ പാലം. രണ്ടതിരുകൾ ഞാറക്കൽ. മത്സ്യത്തൊഴിലാളികളുടെ ബാഹുല്യം അറിയിക്കുന്ന തരത്തിൽ ചെറുവഞ്ചികളുടെ കിടപ്പുണ്ടാവും. നമ്മളൊരു ചെറിയ ദൂരം സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രമാത്രം വഞ്ചികൾ കാണുമ്പോഴേ ഈ മേഖലയിൽ എന്തുമാത്രം പേര് മത്സ്യത്തൊഴിലായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ജീവിച്ചുകൊണ്ടെന്ന് മനസ്സിലാക്കാം. പണ്ട് ഇവിടെ ഈ നമ്മളെ ഏലൂര് അതുപോലെ തന്നെ വരാപ്പുഴയൊക്കെ പോണെങ്കിൽ ഇവിടെ നിന്ന് ബോട്ടിലാണ് പോണ. ബോട്ട് സർവീസ്. ബോട്ട് സർവീസ് ആണ്. അപ്പൊ അതിന് അവിടെ ഒരു ചെട്ടിയുണ്ട് ഈ പാലത്തിന്റെ അപ്പുറത്ത്. ആ പാലത്തിന്റെ അപ്പുറത്തെ പാലം ഈ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റിയതായിരുന്നു. എന്നിട്ട് അത് മത്സ്യത്തൊഴിലാളി അവര് കെട്ടിയടച്ച് വലിയ പാലം പണിയാനായിട്ട് നടുക്ക് കുറ്റിട്ട് പണിയാനായിട്ട് കെട്ടാൻ പോയി. ആ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും കൂടി സംഘടിച്ചിട്ടുണ്ട് അവിടെ സ്റ്റീലിന്റെ പാലം പണിത്. അത് ശരി. ആ മെറ്റലിന്റെ പാലം വയ്ക്കല്ലേ? ഇതാക്കാണ്ട് എനിക്ക് സൈഡ് നോക്കിയില്ലെങ്കിലേ പ്ലാസ്റ്റിക് വന്ന് ഇതിന്മ കേറിയ. ഇതിപ്പോ നമ്മ മഞ്ഞനക്കാടൊക്കെ ആയി. റൈറ്റ് തിരിഞ്ഞ മഞ്ഞനക്കാട്. അതല്ലേ? മന്ത്രക്കനാല് ഇവിടെ അവസാനിക്കാനല്ലേ? അതെ അതെ. ഇതെന്ത് ഷെഡാണാവോ? അത് പണ്ട് ഈ നെല്ലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. മറ്റേ പൊക്കാളി. അവർക്ക് പിന്നെ അതിന്റെ ചെമ്മീത്തിന്റെ പണിയും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ വിശാലമായ കായൽപ്പരപ്പിലേക്ക്. ഇതാണ് നെടുങ്ങാട് എന്ന് പറയും. നെടുങ്ങാട് പാലമാണ് കാണുന്നത്. അതിമനോഹരമുണ്ടാ. കരിക്കിന്റെ കളികളായിരിക്കുള്ളൂ. വലിയ കണ്ടിയുള്ള വലുതായിരിക്കും.
ബോട്ട് സർവീസിന്റെ പാലം തോന്നുന്നു. ഇത് മഞ്ഞക്കാട്ടെ കടത്തിറങ്ങൂല്ലേ, കടത്തിറങ്ങാനായിട്ട് അതല്ലേ മഞ്ഞളിട്ട് അതാണ് മഞ്ഞനക്കാട്. ഇവിടെ ഞാറക്കിലായിട്ട് പോണ ജംഗ്ഷനാണ്. ഇതാണോ അല്ലെങ്കിൽ അതാണോ മഞ്ഞക്കാട്? അങ്ങാട് പോകാൻ കടത്തുണ്ട്. അതല്ലേ നല്ല മനോഹരമായ ദ്വീപുകളാണ്. ആഹാ ഒരു ചീനവര കാത്തിട്ടുണ്ട്. മത്സ്യകൃഷി കുറച്ചും കൂടിയൊക്കെ ആവാനുണ്ട്. കെട്ടാണ് നമ്മളാ പറഞ്ഞില്ലേ സമുദായത്തിന്റെ ആയിരുന്നു. എല്ലാരും കൂടി എത്ര നന്നായിട്ടാണ് സംരക്ഷിച്ചത്. ഭംഗിയായിട്ട് കുറച്ചിങ്ങനെ തൈകളൊക്കെ വീരമ്പുഴ വളരെ അപകടം നിറഞ്ഞാണെന്നാണ് പറയുന്നത്. ആ വെള്ളം കാറ്റ് വന്നാല് പ്രശ്നമാണ്. കാറ്റ് വന്നാലേ വഞ്ചിയിലൊക്കെ മരണങ്ങൾ ഇഷ്ടംപോലെ നടന്നുള്ളത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എത്ര വിദഗ്ധരായ ഇതേ ഭയങ്കര കാറ്റ് പ്രയാസങ്ങൾ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കും. ഇപ്പോ വീരമ്പുഴയുടെ വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട്. കാരണം മണ്ണ് വീട് മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാവർക്കും ഈ പൊക്കോയത് കാരണമാണ് കൂടുതലും ഇങ്ങനെ ഇതാവണം. പൊക്കോമ്പളേ തല്ല് കൂടും. അതല്ലേ ഈ വെള്ളത്തിന്റെ ഓളം തന്നെ എപ്പോഴോ കേട്ടിട്ടുള്ളൂ. ചക്രച്ചാലെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അതല്ലേ പക്ഷെ ഇവിടെ ഇത് എടുക്കാനൊന്നും പറ്റില്ല. പരിശീലക്കാരൻ ഇത് ട്രെയിനിങ് ആണ്. ഇത് പിള്ളേര് ഇത് പഠിക്കാൻ വേണ്ടി വരണേ തൊഴിലും അതുപോലെ. അതിന് ഒരാളുണ്ടാവും ഇതിന്റെ മെയിൻ ഇവരെ കൊണ്ടു നടക്കണം. നമ്മളിപ്പോ ഇതിന്റെ ഇടയിൽ കൂടി ഓടിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. എന്തായാലും ഇത് നല്ല കാഴ്ചയായി. കാരണം മികച്ച ദൃശ്യമായിട്ടാണ് നമ്മുടെ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അവരോട് ചോദിച്ചു ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞിരുന്ന അങ്കമാലി സ്റ്റുഡൻസ് ആണ്. ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടാവും. ചോദിച്ചവർ പറയുമായിരിക്കും. അച്ഛാ ഇവരെ പേടിച്ചിട്ട് സകല മീനോട് കൂടെ കൂടിയിരുന്ന നമുക്കൊരു വല വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു പണി കാണിച്ചു തരാം. എനിക്ക് അധികം ഇരവൊന്നും വെക്കണ്ട, ഞാൻ ക്ലീനായിട്ടുള്ള സാധനം. വഞ്ചിയുമ്പോൾ മുട്ടരുത്, മുട്ടിയാൽ മീൻ പോവും.